ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പഞ്ചാബി സമോസ പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിലൊരു ടൈപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതൊരു വെജ് സമൂസയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നോൺ വെജ് സമൂസയോടാണെങ്കിൽ നേരത്തെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റമദാൻ റെസിപ്പീസിൽ ഉണ്ടാവും നല്ല ബീഫ് സമൂസയുടെ കിഡിലൻ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസിൻ്റെ ആവശ്യകത ഉണ്ട്. കുറച്ച് മല്ലിമണി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ നല്ല ജീരകം, പെരുംജീരകം, ഇത്രയും എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ച് എടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ കാണിച്ച സ്പൈസസ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തി അരിഞ്ഞത് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പം അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും ഇതിലേക്കൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് പട്ടാണി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് റെഡിയായി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സ്പൈസസൊക്കെ അളവൊക്കെ നമ്മുടെ താല്പര്യം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ കൂട്ടുപ റെഡിയായല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഈ നെയ്യ് നല്ലോണം ഈ മൈദയിലൊന്ന് തിരുമ്മിയെടുക്കുക. അതായത് എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് സാദാ വെള്ളം, അതായത് പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ആദ്യം തന്നെ ഒഴിക്കേണ്ട. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിൽ, ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നേക്കാളും കുറച്ചുകൂടിയും കട്ടിയുള്ള രീതിയിലൊന്ന് കുഴച്ചിട്ട് വയ്ക്കുക. എന്തായാലും കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് കുഴച്ച് എടുക്കുക. ഇപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം ഇനി നമ്മളിത് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മളിത് ചെറിയൊരു റൗണ്ടിൽ പരത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് അത് 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് 2 പീസ് കിട്ടും. ഇത് വെച്ച് നമുക്ക് 2 സമൂസ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗമില്ലേ, ആ മുറിച്ച ഭാഗത്തിൻ്റെ അവിടെ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കുക. ഒട്ടിപ്പിടിക്കാൻ വേണ്ടി, ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അത് മടക്കുക. അത് മടക്കി നേരെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. വിടവില്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. നേരെ നോക്കുക. വിടവുണ്ടായാൽ പിന്നെ അത് നമ്മൾ പൊരിക്കുമ്പോൾ ശരിയാവില്ല. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഒട്ടിച്ച ഭാഗം നമ്മുടെ കയ്യിൽ പിടിക്കുമ്പം നമ്മുടെ നേരെ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് അതിനകത്ത് ഫില്ലിങ് നിറയ്ക്കുക. ഫില്ലിങ് നിറക്കുമ്പോൾ നല്ലപോലെ കൈകൊണ്ട് അമർത്തിയിട്ട് നിറക്കുക. നമ്മൾ സാധാരണ സമൂസ ഇങ്ങനെയല്ലല്ലോ ഫോൾഡ് ചെയ്യാറുള്ളത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഫോൾഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇനി നമ്മളെ നേരെ പിടിച്ചില്ലേ, ഒട്ടിച്ച ഭാഗം നമ്മുടെ നേരെ പിടിച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നടുവിൽ വെച്ചിട്ട് ഒന്നൊന്ന് മടക്കിയെടുക്കുക. ഒരു ചെറിയൊരു മടക്ക്. എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് അമർത്തി ഒട്ടിക്കുക. വെള്ളം തടവാതിരിക്കാം. നിങ്ങളുടെ ഒരു രീതി പോലെ എന്തായാലും ഒട്ടണം എന്നുള്ളതേ ഉള്ളൂ കാര്യം. ഇത് നന്നായിട്ട് അങ്ങോട്ട് അമർത്തി ഒട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു
പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എളുപ്പമാണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. ആ സൈഡിലൊന്ന് വെള്ളം തടവുക, കറക്റ്റ് നടുവിൽ വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം ആ ഒരു നമ്മൾ ഒട്ടിച്ച ഭാഗം നമ്മുടെ നേരെ പിടിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒട്ടിച്ച ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാവും മാവ്. അപ്പോൾ ആ സൈഡ് ഒന്നൊന്ന് അമർത്തിയതിന് ശേഷം മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ മറ്റേ സാധാ സമൂസ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാ സമൂസകളും ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ സമൂസ വീതം ഇട്ടെടുക്കുക. നമ്മളിന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പോൾ എല്ലാ സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സമൂസ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കഴിക്കുന്ന വെജ് സമൂസകളെക്കാട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. കാരണം മസാല നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പം അത് കാരണം തന്നെ വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് കൂടുതൽ നല്ല ടേസ്റ്റ് ഇത് ഒരു ഗ്രീൻ ചട്നി ഉണ്ട്. ആ ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ അതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.